ഷാജിയേട്ടൻ നമസ്കാരം. നമസ്കാരം. ഷാജിയേട്ടൻ, നമുക്ക് ഈ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ വളരെ ഒരു ഭയങ്കരമായ ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. ഈ അന്വേഷണം പ്രഹസനമാണ്, സിബിഐയെ കൊണ്ടുവരണം. അപ്പോ ഇന്നലെ ഇങ്ങനെ അവർ ഹൈക്കോടതി പോയപ്പോ തന്നെ ഈ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാകാം സിബിഐ അന്വേഷണത്തെ എതിർക്കണമെന്ന്. പക്ഷെ ഇന്നലെ സംസാരിച്ച ഗോവിന്ദന്റെ ശരീരഭാഷയല്ല ഇന്നത്തെ ഗോവിന്ദന്റെ ശരീരഭാഷ. അദ്ദേഹം ആരെയോ ഭയക്കുന്നു, അദ്ദേഹത്തിന് വെപ്രാളം. ചേട്ടാ, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ചേട്ടന് തോന്നുന്നത്? ഇതിനകത്ത് ദുരൂഹത എന്താണ്? ദുരൂഹത കൃത്യമായി പറയാൻ നമ്മൾ പോലീസ് ഓഫീസർമാരല്ല. എന്നാലും എന്താണ് ഒരു കണ്ണൂരുകാരൻ എന്ന സ്ഥിതിയിൽ താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് ശരിക്കും എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്ലാൻഡ് മേർഡർ ആണ് എന്ന് ഏതാണ്ട് പറയാവുന്നതാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പ്ലാൻഡ് മേർഡർ ആണ്. ഇതെന്തിനു വേണ്ടി എന്നുള്ള ഒരു വലിയ സംശയമാണ്, വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ. എന്തിനു വേണ്ടി ഈ കൊല നടത്തണമെന്ന് പറയുന്നത്? അത് പലപ്പോഴും തന്നെ ഈ കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അങ്ങനെ പറയണ്ട, പക്ഷെ മലബാർ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ക്വാറി മാഫിയ, ചെങ്കൽ മാഫിയ, ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠാപുരം ചെങ്കനായി തൊട്ട് ആലക്കോട് വരാവുന്ന ഭാഗത്ത് വരാവുന്ന വളരെ വിശാലമായിരിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പിക യഥാർത്ഥത്തിൽ പഞ്ചായത്തിനും നഗരസഭയ്ക്കും നികുതി പോലും കൊടുക്കാതെ, 1 രൂപ പോലും നികുതി കൊടുക്കാതെ ഇത് മുഴുവൻ കടത്തിക്കൊണ്ടുപോവുകയാണ്. ഈ കടത്തിക്കൊണ്ടുപോകുന്ന സംഭവത്തിന് നേരെ ആദ്യമായ ഒരു വിരൽ അനക്കിയത് ശ്രീകണ്ഠാപുരത്തെ നഗരസഭയുടെ കമ്മീഷണറായിരുന്ന ഒരാളായിരുന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതോടുകൂടിയാണ് ശരിക്കും എന്താ പറയുക ഈ ചെങ്കൽ ക്വാറി മാഫിയ ആദ്യമായിട്ടൊന്ന് ഭയക്കുന്നല്ല ഒന്ന് ഒലയുന്നത്. ഈ ഒലയുന്ന ഒരു ചിത്രം ഒരുപാട് നിൽക്കവേ തന്നെയാണ് നവീൻ ബാബുവിന്റെ കണ്ണൂർ ADM-ആയിട്ട് അദ്ദേഹത്തിന്റെ രംഗപ്രവേശവും വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു അന്വേഷണ ബുദ്ധിയുള്ള ഒരാൾ മാത്രമല്ല, ദീർഘകാലമായി സർവീസിനകത്ത് കയറി പടിപടിയായി ഉയർന്നു വന്ന് ADM-ആയിരിക്കുന്ന ഒരാൾക്ക് ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ, അതിന്റെ ഇടപാടുകൾ, അതിന്റെ തട്ടിപ്പുകളെല്ലാം തന്നെ വളരെ കർക്കശവും കൃത്യവുമായി നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. ഇത് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഒരു ഭാഗത്തു നിന്ന് വരുന്ന പോലെ ഇത്തരത്തിലുണ്ടാക്കുന്ന വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്തത്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത്തോടാണെങ്കിൽ മോർ ദാൻ 6000 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ് ഇതേപോലെ കിടക്കുന്നത്. ദേവസ്വത്തിന്റെ ഒരുപാട് ഭൂമികൾ ഇതേപോലെ തന്നെ അനധികൃതമായിരിക്കുന്ന കോറി വകുപ്പിലേക്ക് ഇങ്ങനെ ഒരുപടി നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരിക്കുന്ന വലിയ ഇതിന്റെ നേരെ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മാഫിയ ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും വിചിത്രമായ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് CPM-ന്റെ നേതാക്കന്മാരായിരിക്കുന്നവർക്ക് പോലും JKG സെന്ററിലേക്ക് ചെല്ലുന്നതിന് ഭയം ജനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്ന് അടക്കം പറയുന്ന ഒരു അവസ്ഥ പോലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടായിത്തീരാനുള്ള കാരണം എന്തെന്നുള്ളതാണ് ചോദ്യം. കാരണം JKG സെന്റർ ഇപ്പൊ സമ്പൂർണ്ണമായി ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മുഴുവൻ തന്നെ ഈ മാഫിയയുമായി ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ നിയന്ത്രണത്തിലാണ് സമ്പൂർണ്ണമായിട്ട് ആ സ്ഥാപനം വരുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് അനങ്ങിയാൽ പോലും എന്താവെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്നും തരത്തിൽ വിഷം തീണ്ടി മരിക്കുകയോ ചെയ്യുന്ന ഒരു ഭയാനകമായ ഒരു ലോകത്തെയാണ് ശരിക്കും JKG സെന്ററിനകത്ത് നിർമ്മിച്ചത്. ഇങ്ങനെ വരുന്നൊരു ചുറ്റുപാട് വളരെ കൃത്യമായി വളരെ സജീവമായി ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഇനി ഈ നവീൻ ബാബുവിന്റെ വിഷയത്തിനകത്ത് വരുമ്പോൾ ഞാൻ വളരെ പ്രാഥമികമായി എല്ലാം പറഞ്ഞതാണ്. പക്ഷേ ഇതിലിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഞാൻ നിങ്ങൾ പറയാം. ഏതാണ്ട് 6 മണിയോടെയാണ് ഈ കണ്ണൂർ ജില്ലയിലെ മിക്കവാറും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ തന്നെ ഈ നവീൻ ബാബു ഇതേപോലെ മരണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്തോ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നുള്ള വിവരം അല്ലെങ്കിൽ തൂങ്ങി മരിച്ചിരിക്കുന്ന വിവരത്തിന് എല്ലാം എത്തുന്നു. 6 മണി മുതൽ കൃത്യം എന്താന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 മണിക്കൂർ കഴിയുമ്പോൾ മാത്രമാണ് കണ്ണൂരിൽ എന്ത് ചെയ്യുന്നത് രാജ്യത്തെ FIR ഇടുന്നത്. 6 മണി കഴിഞ്ഞ് 6 മണിക്ക് കണ്ടെത്തിയിരിക്കുന്ന സംഭവത്തിനെ തുടർന്ന് പോലീസെത്തിയതിനു ശേഷം 9:45 ഈ സംഭവം FIR ഇടുന്നത്. ഇത്രയും വരുന്ന ഒരു രാവിലെ 6 മണി രാവിലെ 6 തൊട്ട് ഏതാണ്ട് ഒരു 9:45 രാവിലെ 9:45 ആകുമ്പോഴത്തേക്കാണ് ഇതിന്റെ FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയാവധിക്ക് എന്ത് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ രഹസ്യങ്ങളും എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മുഴുവൻ തെളിവുകളും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അത് മുഴുവൻ അവർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, തേച്ചു മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ബേസിക് ആയിരിക്കുന്ന ചോദ്യമില്ലേ, അത് എല്ലാവരും ചോദിച്ച ചോദ്യമാണ്. ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആരുണ്ടായിരിക്കണം?
ആരുണ്ടായിരിക്കട്ടെ, കുടുംബക്കാരുണ്ടായിരിക്കട്ടെ, ഭാര്യ ഉണ്ടായിരിക്കട്ടെ, അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കട്ടെ, അവരോട് ആരോട് പോലും പറയാതെ ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവര് ഈ പറയുന്ന സാധനം എടുക്കുക, ഇൻക്വസ്റ്റ് നടത്തി പരിഹാരം മെഡിക്കൽ കൊണ്ടുപോയി പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തി കത്തിച്ചു കളഞ്ഞു. ബോഡി കത്തിച്ചു കളഞ്ഞോടെ നിങ്ങൾക്ക് എന്ത് തെളിവാണ് ലഭിക്കാൻ പോകുന്നത്? ഒരു തെളിവ് നിൽക്കരുത്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഏറ്റവും ഭീകരമായിരിക്കുന്ന ഗൂഢാലോചന. ഇതാണ് ഇത്രയും മാരകമായ ഗൂഢാലോചന നടത്തിയിട്ട് ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന എം പി ജയരാജൻ വീണ്ടും ആവർത്തിച്ച് എന്താണെന്നറിയോ? അവർ CPI പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നത് രണ്ടാമത് ജാമ്യം കിട്ടിയതിനു ശേഷം പറയുന്നത് മൂപ്പയുടെ പ്രതിരോധം എന്താണെന്നറിയോ? 2 അഭിപ്രായങ്ങളുണ്ട് എന്നാണ്. കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്നുള്ള വിഷയത്തിനോട് 2 അഭിപ്രായങ്ങളുണ്ട് എന്നാണ്. അതിനർത്ഥം ഇയാൾ കൈക്കൂലി വാങ്ങി എന്ന് പറയാവുന്ന സംഭവത്തിന് മുൻതൂക്കം നൽകുകയും അതുവഴി ദിവ്യയെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. ദിവ്യ ഇതിനകത്ത് പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു റോൾ അതിലേക്കാണെന്ന അഭിപ്രായം എനിക്കില്ല. അത് വേറെ വിഷയം. സജിത, ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ എം പി ജയരാജനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ബോഡിക്കൊപ്പം വന്നത് കണ്ണൂരിൽ നിന്ന്. അതെ. അവരങ്ങനെ പല കോലവും കിട്ടും. ഇരയുടെ ഒപ്പമാണെന്ന് പറയുകയും നേരെ അതിനെതിരായി നിൽക്കുകയും ചെയ്യും. അത് പറയുന്നതിനൊക്കെ പറയാം. ഈ പറയുന്ന ഒരു സംഭവം ഇതിലുണ്ടാകുന്നത് ഇത് ഇവിടെ വരുന്നത് പ്രാഥമികമായ വേറൊരു ചോദ്യമില്ലേ? ഈ മുറി തുറക്കാനുള്ള താക്കോല് ഇവർക്ക് ഇവിടുന്നാണ് കിട്ടിയത്? എവിടെയുണ്ട് ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ഓർഡർ? ഈ നവീൻ ബാബുവിന്റെ ട്രാൻസ്ഫർ ഓർഡർ എവിടെയുണ്ട്? അദ്ദേഹത്തിന്റെ ഫോൺ എവിടെയുണ്ട്? ഇതൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. ഇത് ലഭ്യമല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് മുഴുവൻ തന്നെ വളരെ കൃത്യമായി ഒരു സ്ഥലത്തേക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നാലിനാന്തരം റീപ്ലേ ചെയ്യുന്നു, മാറ്റിയിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം എന്താണെന്നാൽ ഇത് പ്രീ പ്ലാൻഡ് ആയിരിക്കുന്ന സംഭവത്തിന്റെ ഗൂഢാലോചന. ഈ അർത്ഥത്തിൽ അത് വളരെ വളരെ വ്യക്തമാണ് സാധനം. ഇനി ഇതിനകത്ത് ഞാൻ വേറൊരു സംഭവം കൂടി ഞാൻ പറയാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന ഒരു വളരെ തിയററ്റിക്കലായിരിക്കുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ, ഈ പാർട്ടിക്കകത്ത് രൂപം കൊണ്ടിരിക്കുന്നത് പുതിയ വർഗം ന്യൂ ക്ലാസ്. ഈ ന്യൂ ക്ലാസ് എന്ന വർഗത്തിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ച് ആദ്യമായി പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ മാർഷൽ ടീറ്റോവിന്റെ യുഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിനകത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഇവരാണ് ഈ സാധനം ആദ്യമായിട്ട് പറയുന്നത്. അപ്പോ ആ സംഗതി അത് പറയുന്നതോടെ എന്താണെന്ന് അറിയാം. ന്യൂ ക്ലാസ്, പുതിയ വർഗം, ഈ പുതിയ വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉദയം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ സംവിധാനത്തിനകത്തുണ്ടാകുന്ന ഗവേണൻസിനകത്തുണ്ടായിരിക്കുന്ന ബ്യൂറോക്രാറ്റ്സും ഒപ്പം തന്നെ കറപ്റ്റായി കൊണ്ടിരിക്കുന്ന പാർട്ടി ലീഡേഴ്സും തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധത്തിലൂടെയാണ് ഈ ന്യൂ ക്ലാസിന്റെ പുറമെ. അത് ഇത് മാത്രമേ താല്പര്യമുള്ളൂ. പണം ആർത്തി പിടിച്ചിരിക്കുന്ന പണമല്ലാതെ മറ്റൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഈ ആർത്തി പിടിച്ചിരിക്കുന്ന പണത്തിന്റെ ഭാഗമായി ഇവർ സർവ്വതും വിട്ടിപ്പിടിക്കുന്നു. ഈ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഗവൺമെന്റുകൾ മുഴുവൻ, സാർവദേശിക തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റുകൾ മുഴുവൻ നശിക്കാനിടയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം ഈ ബർത്ത് ഓഫ് ന്യൂ ക്ലാസ് ആണ്. ഈ പുതിയ വർഗത്തിന്റെ ഉദയമാണ്. ഇനി ഈ പുതിയ വർഗത്തിന്റെ ഉദയത്തിനെ പറ്റി നമ്മൾ ദീർഘമായി സംസാരിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാതില്ലല്ലോ. ഞാൻ അതിനകത്ത് ഒരു 3 ഉദാഹരണം പറഞ്ഞു തരാറുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഈ സാധനം വളരെ കൃത്യമായി ഫോം ചെയ്യപ്പെടുന്നപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴത്തെ ഈ കാഥാസ് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആകുന്നതോട് അധികാരിയാകുന്നതോടുകൂടിയാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഫോം രൂപം കൊടുത്തു. ഈ പുതിയ ഞാൻ ഇടയ്ക്കൊന്ന് കയറുകയാണ്. ചേട്ടൻ പറഞ്ഞു വന്ന ഒരു കാര്യം, 6 മുതൽ 9 വരെയുള്ള നിരീക്ഷണം വരികയും ഈ അദ്ദേഹം മരിച്ചു കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് ചേട്ടൻ ഒരു സംശയം പറഞ്ഞില്ലേ, അതൊന്ന് പറയാമോ? അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും ജയിലും തമ്മിൽ വലിയ ദൂരമില്ല. അതിനകത്ത് വരുന്ന വിഷയം എന്താ പറഞ്ഞാല്, അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായി അനുമാനിക്കാവുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സെൻട്രൽ ജയിലിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും എക്സ്പേർട്ട് ആയിരിക്കുന്ന ക്രിമിനൽസ് ഉണ്ട്. ആ ക്രിമിനൽസിനെ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാവാനാണ് സാധ്യത. ഈ സാധ്യത വളരെ തന്നെ കണ്ണൂർ ജില്ലയിലെ പല ആളുകളുടെയും മനസ്സിലുണ്ട്. ഷാജിയുടെ വീട്ടിലേക്ക് പോകാനായി തിരിച്ച മനുഷ്യൻ അദ്ദേഹം റൂമിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് ആ ഒരു മാനസികാവസ്ഥ ഇവർ ഉണ്ടാക്കുന്നു. ആ മാനസികാവസ്ഥയിൽ വരുന്ന ആളിനെ ചേട്ടൻ ബാക്കി പറയണം. അല്ല, ഇരുന്ന ആളെയാണ് എന്തോ വിവരം തരാനുണ്ടെന്ന് പറ്റി ഇയാൾ തിരിച്ചു പിടിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇയാൾ ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എപ്പോഴും ദുരൂഹം ഉണ്ടായിട്ട് സംഭവിക്കുകയാണ്. ഒരാൾ പറയുന്നു ഞാൻ ഇയാളെ കണ്ണൂർ എന്നുള്ള മുനീശ്വര ഗോവിന്റെ അടുത്താണ് ഇറക്കിയത്. നിങ്ങൾ അറിയേണ്ടത് ആലോചിക്കേണ്ടത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ADM-നെ പോലത്തെ ഒരാള് ഞാൻ ഇതിൽ ഇറങ്ങുന്ന ചാടി ഇറക്കിയിട്ട് പോകാൻ ഡ്രൈവർക്ക് ഉത്തരവാദിത്വമില്ലേ? അദ്ദേഹത്തെ വണ്ടി കയറ്റി വിട്ടതിന് ശേഷം അദ്ദേഹത്തെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇയാൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ തിരിച്ചു പിടിച്ചിരിക്കണം ഈ ഡ്രൈവർ. അതതിന്റെ സ്വാഭാവികമായിരിക്കുന്ന നടപടിക്രമമാണ്. സ്വാഭാവികമായി ഡ്രൈവർ ഇതുവരെ ചോദ്യം ചെയ്തില്ല. അപ്പൊ ഡ്രൈവറെ ചോദ്യം ചെയ്യാതിരിക്കാൻ മാത്രം ഉണ്ടാകുന്ന ഒരു വലിയ ദൂരം നിർമ്മിച്ചത് ആര് എന്നൊരു ചോദ്യമുണ്ട്.
ആ നിർമ്മിച്ച ചോദ്യത്തിനകത്ത് അതായത് ഇത് അബ്സല്യൂട്ട്ലി ഗൂഢാലോചന ഇതാണ്. ഈ ഗൂഢാലോചനയിൽ ആര് പങ്കാളിയാണ്? പാർട്ടി ഇതിനകത്ത് പരമപ്രധാനമായിരിക്കുന്ന പങ്കാളിയാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയെ നയിക്കുന്ന ഈ ന്യൂക്ലാസിന്റെ നിയന്ത്രണമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഈ പുതിയ വർഗം നോക്കൂ നിങ്ങൾ ഇതിന് തൊട്ട് മുൻപായി തളിപ്പറമ്പ് ടാഗോർ വിദ്യാധികേതൻ, ആ ടാഗോർ വിദ്യാധികേതത്തിനകത്ത് ഇതേപോലെ തന്നെ ഒരു ആത്മഹത്യ നടക്കുന്നുണ്ട്. ആ ആത്മഹത്യ നടന്നപ്പോഴും അതുകൊണ്ടായി തീർന്നു. ആ സാധനവും ഒന്നും അല്ലാതായി മുടിഞ്ഞുപോയി. രണ്ടാമത് വരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള, ചെയർമാനായിരിക്കുന്ന ആന്തൂർ നഗരസഭക്കകത്ത് ഷാജന്റെ ആത്മഹത്യ വരുന്നു. അതും എന്തായി തീർന്നു, ഒന്നും ആയില്ല. മൂന്നാമത് വരുന്ന സംഭവമാണ് ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ഈ 3 സംഭവവും എന്താണെന്നറിയുമ്പോൾ ഈ ന്യൂക്ലാസിന്റെ സ്വാധീനവും ഇതുപോലുണ്ടായിരിക്കുന്ന കച്ചവട ബന്ധങ്ങളുടെ സ്വാധീനത്തിലെയും ഭാഗമായാണ് ഈ 3 സംഭവവും സംഭവിക്കുന്നത്. ഇതിൽ PK ശ്യാമളയെ ഇതിനകത്ത് കുറ്റമുക്തമാക്കി തീർക്കാനുണ്ടായിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയതാരാന്ന് അതും വളരെ വിചിത്രമാണ്. മട്ടന്നൂർ നഗരസഭയിലെ കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വിദ്വാനാണ്. ഇതിൽ എന്താ പറയാ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ ഭാഗത്ത് നിന്ന് കുറ്റകരമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് മൂപ്പറായത്. അയാൾ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നത് അയാൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ഒരു മന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന തസ്തികത്ത് പോസ്റ്റ് ചെയ്തിട്ട് അയാൾ വർക്ക് ചെയ്യുകയാണ്. അതിനുള്ള പേഴ്സണൽ സ്റ്റാഫിലുണ്ട്. ഉത്തരവാദപ്പെട്ട തസ്തികയിലായിരിക്കുന്നത്. അല്ല, മന്ത്രി ഇരിക്കുന്നുണ്ട്. അത് ഞാനിപ്പോ അത് പറഞ്ഞു കൊള്ളാക്കണ്ട. അതുകൊണ്ടാണ് അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രം ഉണ്ടായിരിക്കുന്നതാണ് ഗോവിന്ദന് യാതൊരു ലജ്ജയും ഉടുപ്പുമില്ലാതെ ഗോവിന്ദൻ ഇന്ന് രാവിലെ പറഞ്ഞ സാധനം എന്താ? ഇന്നലെ സാധനം എന്താണ്? CPIM കൂടെ ഞങ്ങൾ എതിർക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ? 2 കുഞ്ഞു കുട്ടികളുടെ നിലവിളിയുണ്ടോ കേരളത്തിൽ? നിലവിളിയുണ്ട് കേരളത്തിൽ. ഈ നിലവിളിയേക്കാൾ പ്രധാനം ഇവന്റെ പാർട്ടിയുടെ അഹന്തയാണെന്ന് പറയാൻ ഈ യൂസിന് ആരാണ് അധികാരം കൊടുത്ത്? ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇവൻ? എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ് ഇവൻ? ഈ കോമൺ കഴുത ഇത് പറയാനുണ്ടായിരിക്കുന്ന ധിക്കാരം എങ്ങനെയാണ് ആരെന്നാണ് ഇയാൾ ആർജിച്ചെടുത്തത്? ഇത് ഇയാൾക്ക് ലഭിക്കാണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയുന്നത്? അപ്പുറത്തുണ്ടായിരിക്കുന്ന ഈ പറയുന്ന വിദ്വാൻ എഴുതി കൊടുത്തു. ഈ ശ്യാമള ഇതിനകത്ത് ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല, ശ്യാമള കറക്റ്റാണെന്ന് പറഞ്ഞു. അവർ എഴുതി കൊടുത്തിരിക്കുന്ന വിദ്വാനാണ് പ്രൊമോഷനും കൊടുത്തു. ഇതെന്താ ശ്രേണിബദ്ധമായ അവസ്ഥയിലൂടെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഇവർ ഒരുക്കി തീർക്കുമ്പോൾ ഇവർ നിർമ്മിച്ചിരിക്കുന്ന വലിയ എന്താ പറയാ നിഗൂഢമായിരിക്കുന്ന സാമ്രാജ്യമുണ്ട്. ഈ സാമ്രാജ്യത്തിലെ ബംഗാളിൽ ഇറങ്ങിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഗാങ്സ്റ്റർ സ്റ്റേറ്റ്. തെമ്മാടികളുടെ ഭരണം. ഈ തെമ്മാടികളുടെ ഭരണം ഈ കേരളത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്രയും വലിയ അരാജകത്വങ്ങളും അധാർമികതകളും ഈ കേരളത്തിൽ അരങ്ങേറുന്നതിലാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഇനി ഇതിനകത്ത് നോക്കൂ, ഇവിടെ പ്രശ്നങ്ങളുണ്ടായി, സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു, പെട്ടെന്ന് നമുക്ക് ഇതിനോട് SIT ഫോം ചെയ്യുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്തുള്ള ആളുകൾ ഓരോ ആളെയും നിങ്ങൾ എടുത്തുവോ? 31 വർഷക്കാലമായി അറൗട്ട് ചെയ്തില്ലേ? 31 വർഷക്കാലമായി ഈ കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു വിദ്വാനാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനിയായിരിക്കും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ. രണ്ടാമത് അത് വന്നിരിക്കുന്ന ഒരാളുണ്ട്, ഒരു CI ഉണ്ട്. ഈ CI ഇത് തന്നെയാണ്. ഈ പറയുന്ന രണ്ടുപേരും കണ്ണൂർ ജില്ലക്ക് പുറത്ത് ഇന്നേ വരെ ഒരൊറ്റ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഇവർക്ക് ഇവരുടെ വീട്ടിൽ പോയി ചോറും നിന്ന് വന്നിട്ട് ഓഫീസിൽ ഇരുന്ന് പണിയെടുത്ത കക്ഷികളാണ് ഇവര്. ഓഫീസിൽ എടുത്തതാണ്. ഇതെന്താ പറയുന്നത്? ഈ പാർട്ടിയുടെ ഏറ്റവും വൃത്തികെട്ട നേതാക്കന്മാരുമായി ഏറ്റവും വലിയ ബന്ധങ്ങൾ അവർക്ക്. അത് ഭരണപക്ഷമില്ല, പ്രതിപക്ഷമില്ല. ഇവരുമായി എല്ലാം തന്നെ ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്ന യോഗ്യന്മാരും മാന്യന്മാരുമാണ് ഈ പറയുന്ന കക്ഷികളെല്ലാം തന്നെ. ഇവരെല്ലാം തന്നെ. അപ്പൊ ഇവരുടെ ലീഡർഷിപ്പിനകത്ത് ഇവരുടെ നേതൃത്വത്തിൽ ഒരു എൻക്വയറി നടന്നാൽ ആ എൻക്വയറിക്ക് സ്വാഭാവികമായി നമുക്ക് എന്താ നമ്മൾ പ്രതീക്ഷിക്കുക? ഇനി ഇവരെ മറ്റൊരു കഥ അറിയുന്നത് ഇവരെല്ലാം 1993 ബാച്ചിലാണ് ഇവരെല്ലാവരും. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 1993 ഇവർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു. അത് അന്നത്തെ കാലത്ത് വന്നിരിക്കുന്ന കുപ്രസിദ്ധമായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്ത വിവാദം ഉണ്ടായി. ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്ത വിവാദം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിലും കൂടിയാണ് ഇവരിൽ പലരും എന്തായിത്തീർന്നത് ഇത്രയും ഈ വലിയ തസ്തികയിലേക്ക് ഇവർ എത്തുകയും ചെയ്യുന്നത്. അതുകൂടി അവരോട് ചേർത്ത് വായിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇവരെല്ലാം തന്നെ എന്താണെന്നറിയോ? CPIM മാർച്ചിൽ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയേഴ്സ് ഇല്ലേ? റെഡ് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന കക്ഷികൾ മാർച്ച് നടത്താൻ അറിഞ്ഞുകൂടാത്തവരാണ് മഹാഭൂരിപക്ഷം പേരും. പക്ഷേങ്കിൽ പോലും പേരിൽ റെഡ് വോളണ്ടിയേഴ്സ്. ഈ റെഡ് വോളണ്ടിയേഴ്സിന്റെ അംഗമാവാൻ മാത്രം യോഗ്യതയുള്ള റാൻമൂടികൾ മാത്രമാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ശരിക്കും വാസ്തവത്തിൽ ഈ ടീമിനെ ഫോം ചെയ്ത പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തന്നെയല്ലേ? തീർച്ചയായും അതെല്ലാം ഇവരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് ഫോം ചെയ്ത് എന്തിനാണ്? ഇത് അടച്ചു ഈ കേസ് ഷട്ട് ഡൗൺ ചെയ്യാനാണ്, വെറുതെയല്ല, ഇത് ഷട്ട് ഡൗൺ ചെയ്യാനാണ്.
മറ്റൊന്നും തന്നെ സാധനം. ഇത് CBI ഏൽപ്പിക്കുമ്പോൾ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. CBI ഏൽപ്പിക്കുമ്പോൾ അത് കൂട്ടിലടച്ച തത്ത അല്ലെങ്കിൽ CBI നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് കോടതി നിയന്ത്രണത്തിൽ ഇത് അടുത്ത തട്ടമായ ക്രൈംബ്രാഞ്ചിലേക്ക് പോയാൽ കോടതി നിയന്ത്രണം ഇതിന്റെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഇതിലെ സത്യം പുറത്തു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? എനിക്കത് ചുരുക്കിക്കൂടെ പറയും നമുക്ക് ഇതിനകത്ത് ആകെ നമുക്ക് പ്രതീക്ഷിക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുകയും കോടതി അതിനകത്ത് ജനാധിപത്യപരമായി നിയമപരമായി ഇടപെടുന്ന സാധ്യതയുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇതിനകത്ത് ഒരു രക്ഷ എന്ന് പറയുന്ന സംഭവമുള്ളത്. അല്ല ചേട്ടൻ, എനിക്ക് ഇതിലൊരു കൺക്ലൂഷൻ എനിക്ക് ചേട്ടന്റെ ഭാഗത്തു നിന്ന് വരണം. അതായത് ഇത് CPM ഇനി എന്ത് സംഭവിക്കും? CPM ഇനി എങ്ങനെ അടവ് മാറ്റി ചവിട്ടാൻ പോകുന്നു? ഇനി ഒരു തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണവും കോടതി നിരീക്ഷണവും വന്നാൽ ഇതിനൊരു അവസാന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് യാതൊരു തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സാധനം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കാൻ ഒരു വണ്ണാകട്ട് നടക്കില്ല. CBI അന്വേഷണം വന്നാൽ ഇത് നല്ലതാകുമെന്ന് അതിനേക്കാൾ പ്രധാനമല്ല കോടതി ഡയറക്റ്റായി വന്ന് അതിന്റെ ഡേ ടു ഡേ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ്സ് കോടതി അന്വേഷിക്കണം. എനിക്കൊന്ന് ഇത് ചുരുക്കി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ക്രൈംബ്രാഞ്ച് പോലീസാണ് ഇവര് കോടതിയുടെ നേതൃത്വത്തിൽ അവരുടെ നിരീക്ഷണത്തിൽ ഡേ ടു ഡേ ഇന്റർഫിയറൻസിന്റെ അതേ സംഭവത്തിന്റെ ഭാഗമായി നടക്കുന്ന അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ വിളിച്ചെത്തു കൊണ്ടുവരികയുള്ളൂ. സജിയേട്ടാ, നമുക്ക് ഈ ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും ഈ വിഷയം സംസാരിക്കാൻ കഴിയില്ല. ഇതിനെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥയുടെ എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും ദയവായി എന്നെ വിളിക്കുക. ഞങ്ങൾ തുടർന്ന് അങ്ങേ വിളിക്കുന്നതാണ്. ഇതിന്റെ എന്ത് അപ്ഡേഷനും താങ്കൾക്ക് കിട്ടുന്നെങ്കിലും ദയവായി ഒന്ന് വിളിക്കാനുള്ള മനസ്സ് കാണിക്കുക. ഈ വിഷയത്തിൽ തൽക്കാലം ഞാനൊന്ന് നിർത്തുന്നു. ഞാൻ തുടർന്നും താങ്കളെ വിളിക്കുന്നതാണ്. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു ചേട്ടാ.